സിനിമ ഇപ്പോഴും ഞാൻ അഭിനയിച്ചിരിക്കുന്ന ഏരിയ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി ഇതിന് കുറെ തലങ്ങളുണ്ട്. ഈ സിനിമയിൽ പല 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 ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സിനിമയാണ്. 6-7 കഥകളോളം. അതിനകത്ത് ഒരു കഥ മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ടാണ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ചൈതന്യ പ്രകാശിനെ അറിയാവുന്ന അത് പറഞ്ഞു. അല്ല, ഈ കൂട്ടത്തില് ഫുൾ സ്റ്റോറി അറിയാവുന്നത് എനിക്ക് അശ്വിനോട്. അശ്വിന് സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചതാ. റഹ്മാനിക്കും അറിയില്ല. എനിക്കറിയില്ല. എല്ലാവരും പല മേഖലയാണ്, പല ഘട്ടങ്ങളിലായിട്ടുള്ള സിനിമ, പല ലൊക്കേഷൻ അല്ലേ, ലൊക്കേഷൻ ഒരുപാട് ദൂരമാണ് ലൊക്കേഷനൊക്കെ. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പറയും. കൂടെയുള്ള ആ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ വെച്ചാൽ ആൾക്കാർ വിചാരിക്കരുത് നീ ഈ സിനിമയിലെല്ലാം അഭിനയിച്ചതെന്ന് ചോദിക്കുന്നതല്ല. അപ്പൊ എനിക്ക് അതറിയില്ല. അപ്പൊ ഹന്നയ്ക്ക് പോലല്ല വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഓഡിഷൻ പോലെ അല്ലേ? ഓഡിഷൻ എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യിപ്പിച്ചൊന്നും നോക്കത്തില്ല, ചുമ്മാ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു നാച്ചുറൽ കാര്യങ്ങൾ നമുക്ക് ഇവരുടെ എന്താണ് റോ പരിപാടി കിട്ടും നമുക്ക്. അപ്പം നമുക്ക് മനസ്സിലാവും പറ്റോ ഇല്ല എന്നുള്ളത്. അല്ല, 2-3 മീറ്റിംഗ് ഒക്കെ എനിക്ക് ഒരു ചെറിയൊരു പോർഷൻ സ്ക്രിപ്റ്റ് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ഇത് അയച്ചു ചെയ്യിപ്പിച്ചു അല്ലേ?